ഹായ് ഗൈസ്, ദിസ് ഇസ് അന. അപ്പോൾ ഇന്ന് എനിക്ക് SNA കോമ്പറ്റീഷന്റെ ഡേ നമ്പർ 2 ആണ്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞങ്ങൾ 4 ഹൗസസും 4 ക്ലാസ്സിലായിട്ടോ ഇരിക്കുന്നത്. സോ രാവിലത്തെ ഡിസ്കഷന് ശേഷം ഇന്ന് നമ്മൾ ഓരോ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് തിരിയാൻ പോവാണ് കേട്ടോ. ആക്ച്വലായിട്ട് എല്ലാ കോമ്പറ്റീഷന്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം എനിക്ക് കഴിയുന്ന പോലെ ചില വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് മെയിൻ പ്രോഗ്രാംസ് ആയിട്ടുള്ളത് പെൻസിൽ സ്കെച്ച്, മെഹന്തി, രംഗോളി, ഫേസ് പെയിന്റിങ്, നെയിൽ പെയിന്റിങ്, അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതാണ് രംഗോളി. ഇത് ആക്ച്വലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി എല്ലാ വീടുകളിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻസിനോ അല്ലാതെ നോർമലായിട്ടും കാണുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് കയ്യിൽ പിടിക്കാൻ പോലും വരില്ല കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ആയപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ റൈസ് ആട്ടോ മേടിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സിൽ ഇന്ന് ബ്രിഞ്ചിയാണ്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. എന്തോ എനിക്ക് ചെന്നൈയിലെ ചിക്കൻ റൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇത് വാങ്ങി കഴിക്കുമ്പോൾ കിട്ടുന്ന തൃപ്തിയൊന്നും ഏത് ഫുഡ് മേടിച്ചാലും കിട്ടൂല കേട്ടോ. ഇനി നമുക്ക് വേഗം ഫുഡൊക്കെ കഴിക്കാം. കാരണം ഉച്ച കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് സെഷൻ പ്രോഗ്രാംസ് ഉണ്ടല്ലോ. കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് ആക്ച്വലായിട്ട് ഫേസ് പെയിന്റിംഗ് ആണ്. ഇതിലും 4 പാർട്ടിസിപ്പൻസ് കാണും കേട്ടോ. അവസാനം അറിയാം ആര് ജയിക്കുമെന്ന്. അങ്ങനെ കോമ്പറ്റീഷന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെടുക്കുന്നതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ട് മധുരം കഴിക്കണം എന്നൊരു ആഗ്രഹം കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട് എനിക്ക് ലഡുവും പേടയൊക്കെ മേടിച്ചു തന്നെ കേട്ടോ. അതൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ വീണ്ടും ഉണ്ടായിരുന്നേ. ഇനി നാളെ നമുക്ക് ഇതുപോലെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പ്രോഗ്രാമിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി ഈ വെജിറ്റബിൾസ് കണ്ടിട്ട് കുക്കിങ്ങിനാണോ എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇത് ആക്ച്വലായിട്ട് വെജിറ്റബിൾ ഗാർഡനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻസും പ്രോഗ്രാമും ഒക്കെ കഴിഞ്ഞിട്ട് സമയം ഇപ്പൊ 4 മണി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഹോസ്റ്റലോട്ട് റെഡി ആയിട്ടിരിക്കുകയാണേ. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എന്റെ വീഡിയോ.